ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡയമണ്ട് കട്ട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വലിയ ബൗളെടുക്കാം. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ആട്ടയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോകാൻ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ മൈദ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ 4 or 5 ബോൾസ് ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ ഒരു 5 ബോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ പരത്തിയെടുക്കാം. ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. ബോർഡിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കാനും പാടില്ല, എന്നാൽ നല്ല തിക്കായിട്ട് പോകാനും പാടില്ല. ഞാനിപ്പോൾ ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ആദ്യം കുറച്ച് ലൈൻസ് നേരെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടും. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോൾസും ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ടൊരു മീഡിയം ടു ലോ ഹീറ്റിലിട്ടിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് പൂരി പോലെ പൊങ്ങി വരും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ചെറിയ തീയിലിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. എക്സസ് ആയിട്ടുള്ള ഓയിൽ പോകാൻ വേണ്ടിയിട്ടൊരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡയമണ്ട് കട്ട്സിനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നവരെ ഇതിനെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ സിറപ്പ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സിലേക്ക് ചൂടോടുകൂടി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഷുഗറൊക്കെ നല്ലതുപോലെ ഇതിൽ കോട്ടായിട്ട് വരും. അപ്പോൾ ഒന്നുകൂടെ ക്രിസ്പി ആകും. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.